ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. സാവിത്രിയുടെ ഫോൺ നിർത്താതെ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് കൈമൾ സാവിത്രിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഷൺമുഖൻ്റെ കോളായിരുന്നു അത്. കൈമള് ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്യുകയും ചെവിയിലേക്ക് വെക്കുകയും ചെയ്യുമ്പോഴേക്കും ഷൺമുഖൻ ആ വാളിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. സാവിത്രി, നാം വിചാരിച്ചതുപോലുള്ള വിലയൊന്നും ആ വാളിന് കിട്ടില്ല. ഞാൻ പിന്നെ ഇൻ്റർനാഷണൽ ബയേഴ്സുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ ഷൺമുഖൻ പറയുമ്പോൾ ആകെ തകർന്നുകൊണ്ട് കോള് കട്ട് ചെയ്യുകയാണ് കൈമൾ. തുടർന്ന് കൈമള് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം താൻ കേട്ട കാര്യങ്ങളെല്ലാം ഒരു കത്തിൻ്റെ രൂപത്തിൽ വീട്ടിലുള്ളവർ അറിയാൻ വേണ്ടി എഴുതി വെക്കുകയാണ് കൈമൾ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ICUവിൻ്റെ മുന്നിൽ തകർന്നു നിൽക്കുകയാണ് ജഗദീഷും മാലതിയും രാജലക്ഷ്മി അമ്മയും. എന്നാലും എൻ്റെ കൊച്ചുമോന് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ പൊട്ടിക്കരയുമ്പോൾ മാലതി രാജലക്ഷ്മി അമ്മയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയുടെ ഫോണിലേക്ക് ഷൺമുഖൻ വിളിക്കുന്നതാണ്. എന്താ സാവിത്രി, നേരത്തെ ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും സാവിത്രി ഒന്നും തിരിച്ചു പറയാതിരുന്നത്? അതിന് ഞാൻ കോൾ എടുത്തില്ലല്ലോ എന്ന് സാവിത്രി പറയുമ്പോൾ, എന്നാൽ അവിടെ ആരോ കോൾ എടുത്തിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ കേട്ടിട്ടുണ്ടെന്നും ഷൺമുഖൻ പറയുന്നു. ഇവിടെ അച്ഛൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഇനി അച്ഛനായിരിക്കുമോ കോൾ എടുത്തത്? എന്നാൽ പണി പാളിയെന്ന് തന്നെ കൂട്ടിക്കോ എന്ന് ഷൺമുഖൻ പറയുമ്പോൾ, ഫോൺ വെക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സാവിത്രി മുകളിലേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കൈമള നേരെ മീനാക്ഷിയുടെയും നന്ദിനിയുടെയും അടുത്തേക്ക് പോകുന്നതാണ്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. അച്ഛൻ ഇരിക്കാൻ നന്ദിനി പറയുമ്പോൾ, വേണ്ട മോളെ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. മീനാക്ഷി കൊച്ചിനെ കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളെല്ലാം മുത്തശ്ശിക്കുണ്ടായിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ മുത്തശ്ശൻ മാറ്റിയെടുത്തിരിക്കും. ഈ വീട്ടിൽ ഈ ദുരന്തങ്ങളെല്ലാം ഉണ്ടാക്കിയ ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അയാളെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതൊക്കെ കേട്ട് പേടിയോടെ നിൽക്കുകയാണ് സാവിത്രി. അല്ലച്ച, വീട്ടിലാരും ഇല്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോഴാണ് കാർത്തി വീണ കാര്യവും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ കാര്യവുമൊക്കെ കൈമള് അവരോട് പറയുന്നത്. ഇത് കേൾക്കുന്ന നന്ദിനിയും മീനാക്ഷിയും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ സാവിത്രി ഷൺമുഖനെ വിളിക്കുകയും എന്തൊക്കെയോ കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയും നന്ദിനിയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നതാണ്. എന്നാൽ രാജലക്ഷ്മി അമ്മ മീനാക്ഷിയെ കാർത്തിയെ കാണാൻ സമ്മതിപ്പിക്കുന്നില്ല. നിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെടി, എൻ്റെ കുഞ്ഞ് അവൻ കോമ സ്റ്റേജിലേക്ക് പോയി. എല്ലാം മീനാക്ഷി കാരണമാണ് ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ കുത്തി നോവിപ്പിക്കുകയാണ് രാജലക്ഷ്മി അമ്മ. തുടർന്ന് തൻ്റെ താലി കാണിച്ചുകൊണ്ട് മീനാക്ഷി പറയുകയാണ്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം, പക്ഷേ മുത്തശ്ശിയേക്കാൾ അധികാരം അകത്ത് കിടക്കുന്ന കാർത്തിക്കിൽ ഉള്ളത് എനിക്ക് തന്നെയാ. എല്ലായിടത്തും രാജലക്ഷ്മി തോൽക്കുകയാണല്ലോ, ഇവിടെയും അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി അമ്മ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ICUവിൻ്റെ മുന്നിൽ നിന്ന് കാർത്തിയെ നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുന്ന മീനാക്ഷിയും നന്ദിനിയുമാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.